കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. ഈ അവസാനത്തെ സ്റ്റാൻസ് നമുക്ക് ചേർന്ന് വേണം നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ പാടാം. അനുദിനം നാം അനുഭവിക്കുന്ന കർത്താവിന്റെ ദയ, നാം ജീവിച്ചിരിക്കുന്നത് തന്നെ, നമ്മുടെ കണ്ണുകൾ കാണുന്നത്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്, നമുക്ക് ഉറക്കം ലഭിക്കുന്നത്, നമുക്ക് സമാധാനം ലഭിക്കുന്നത്, നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നത്, എന്നു വേണ്ട ഞാൻ ദൈവത്തിന്റെ ദയ കൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നമുക്ക് പാടാമോ? ഹല്ലേലൂയ. കാലമെല്ലാം യഹോവയ്ക്ക് സ്തോത്രം പാടും, തൻ ദയ എന്നേക്കും ഉള്ളതാ. ഞാനെല്ലാം കാലത്തും അങ്ങെ പാടി സ്തുതിക്കും, എന്നാവിൽ തന്നതാ. ഞാനെല്ലാം കാലത്തും അങ്ങെ പാടി സ്തുതിക്കും, എന്നാവിൽ തന്നതാ. കാലമെല്ലാം യഹോവയ്ക്ക് സ്തോത്രം പാടും, തൻ ദയ എന്നേക്കും ഉള്ളതാ. ജീവകാലമെല്ലാം യഹോവയ്ക്ക് സ്തോത്രം പാടും, തൻ ദയ എന്നേക്കും ഉള്ളതാ. കർത്താവേ, അങ്ങയ്ക്ക് നന്ദി പറയും. അങ്ങയുടെ ദയ ഞങ്ങളോട് ശക്തമായിരിക്കുന്നത് കൊണ്ട്, പവിത്രമായിരിക്കുന്നത് കൊണ്ട്, അത് കരുതലായി, സ്നേഹമായി, പരിപാലനമായി, സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി ഇന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. Glory to God. Hallelujah. Glory to God. കർത്താവിന്റെ മഹത്വം, മഹത്വം, മഹത്വം. Hallelujah. Glory to God. Glory to God. Hallelujah. ദൈവമക്കളെ, സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാൻ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. അത് ഒരു ഭാഗ്യമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കാനും ധ്യാനിക്കാനും ഒക്കെ കഴിയുന്ന ഈ ഭാഗ്യാവസ്ഥ. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു. ഗ്ലോറി ടു ഗോഡ്. എന്റെ പരിമിതമായ ഈ സൗകര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷകള് ചെയ്യുവാൻ കർത്താവ് എനിക്ക് ശക്തിയും ബലവും തരുന്നു. ഞാൻ ചിലപ്പോൾ പറയാറുള്ളത് പോലെ എല്ലാം എൻ്റെ ഈ രണ്ട് കരങ്ങൾ കൊണ്ടാണ് ഈ അനേക കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം അതിനുള്ള ശക്തിയും ബലവും തരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 10-14 വർഷമായി, അല്ലെങ്കിൽ 15 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ബോസ്റ്റൺ ഫൊറേർലൈനിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം കൃപ തരുന്നു. അനേകരെ കർത്താവിലേക്ക് കടന്നു വരുന്നു. അനേകർ യേശുവിനെ അറിയുന്നു. കർത്താവിനെ കുറിച്ച് നമുക്ക് നമ്മളറിയിക്കുന്ന സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ഇത് കർത്താവ് നമ്മളെ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ അല്പസമയത്തെ വചന ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം
അതിന്റെ 32, 33 വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 32 and 33. Amen. Hallelujah. കർത്താവേ, വചനത്തിൽ കൂടെ ഞങ്ങളോട്, ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് ഇടപെടണം. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Hallelujah. ഈ ഒരു വാക്യം, ഈ വചനം കർത്താവിന്റെ വായിൽ നിന്ന് തന്റെ ശിഷ്യന്മാര് കേൾക്കുമ്പോൾ അല്പം ഷെയ്ക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോക്കായിട്ടുണ്ട് എന്ന് നമുക്ക് വേണേ ന്യായമായി ചിന്തിക്കാം. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അവർക്കത് എന്തുവാന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. തന്നെ വല്ല തൊട്ടുപുറകിൽ ഒരു വേറൊരു വാക്യം പറയുന്നുണ്ട്, 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. അതും ആൾക്കാർക്ക് അതേ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷെ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളത് വായിക്കുമ്പോഴും കർത്താവിന്റെ സംസാര ശൈലി നമ്മൾ മനസ്സിലാക്കിയാൽ എപ്പോഴും താന് ഉദാഹരണങ്ങളിൽ കൂടെ, ഉപമകളിൽ കൂടെ, സാദൃശ്യങ്ങളിൽ കൂടെ കർത്താവ് സംസാരിക്കും. അപ്പോൾ ആവശ്യക്കാരനിത് മനസ്സിലാകും, ആഗ്രഹമുള്ളവന് മനസ്സിലാകും. അല്ലാത്തവർക്ക് അവരായിരിക്കും ഇത് എന്തുവാ, ഏതാണ്ട് ഗോതമ്പ് മണിയുടെ കാര്യം പറയാ, വെജിറ്റേഷനെ കുറിച്ചോ വെജിറ്റബിൾസിനെ കുറിച്ചോ പറയുകയാണെന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പൊ ആവശ്യമുള്ളവൻ, ദാഹമുള്ളവൻ, താല്പര്യമുള്ളവൻ, ഹൃദയത്തിൽ ആവശ്യബോധമുള്ളവൻ, കർത്താവിനെ താല്പര്യമുള്ളവര്, ജീവിതത്തിൽ ഒരു അത്താണി വേണം, ഒരു സങ്കേതം വേണം, എനിക്ക് ഒന്ന് അള്ളിപ്പിടിക്കാൻ, എനിക്കൊന്ന് ആശ്രയിക്കാൻ, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സൗഖ്യം വേണം. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ആശയറ്റ് ജീവിതത്തിൽ ഒരു സമാധാനത്തിനായി കൊതിക്കുന്നവർ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അവിടെ മുതല് ദൈവം നമ്മളോട് വ്യക്തമായി ഇടപെടും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ തകർന്നിരിക്കുന്നെങ്കിൽ, എനിക്ക് ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരു സമാധാനം കിട്ടിയിരുന്നെങ്കിൽ, എന്താണ് കർത്താവെ ഒരു പോംവഴി എന്ന് ജീവിതത്തിൽ ഓർത്ത് കർത്താവിനെ വിളിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, വേദപുസ്തകം വായിക്കാൻ അറിയത്തില്ല, വേദപുസ്തകം ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ളവരെന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ ബോസ്റ്റൺ പ്രയറിലുള്ളവര് വചനം എല്ലാ ദിവസങ്ങളും കേൾക്കുന്നവരാണ്. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ബൈബിളിന്റെ കോപ്പികളുമുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നാൽ പൊതുവിൽ പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ ആവശ്യബോധത്തോടെ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുള്ളവരെ ആരെയും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. എന്നെ ചാരത്തും വിദൂരമായി കേൾക്കുന്നവരുടെ ജീവിതത്തിൽ, അല്ല എന്നെ ബോസ്റ്റൺ പ്രയറിൽ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അല്ല ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ചില മേഖലകൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ, എന്തുമാകട്ടെ കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയത്തെ തുറന്നുവിട്ടാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അത് ബോധ്യപ്പെടുത്തി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം വായിച്ച വാക്യം, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് തന്റെ മരണവിധം, ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചത്രേ പറഞ്ഞു. എന്നാൽ കർത്താവ് ക്രമേണ പതുക്കെ അവരോട് കർത്താവ് വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ആ ഉദ്ദേശം കർത്താവ് തന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ അവർക്ക് ആഹാരവും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് എന്നുമെന്നും യേശു അവരോടുകൂടെ ഉണ്ടായിരിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. നമ്മളും വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇന്നത്തെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരും ദൈവമക്കൾ എന്ന് പറയുന്നവരും അവരുടെ ചിന്ത ഏതാണ്ട് അതുപോലൊക്കെ അല്ലേ എന്ന് ഞാൻ ഓർക്കുക. എന്താണ്, നമുക്കൊരു വീടും കൂടും ഉണ്ടാക്കി ഒന്ന് സെറ്റിൽ ചെയ്ത്
ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ശരി, മെഡിക്കൽ കാര്യങ്ങള്, സൗഖ്യങ്ങളെല്ലാം ഒട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയായി സൗഖ്യത്തോടും സന്തോഷത്തോടും ഇവിടെ അങ്ങ് ജീവിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, അല്ലേ? അതല്ലേ എന്റെ വാസ്തവം. പക്ഷെ നമ്മൾ മരണം വഴിയായി ഇവിടെ നിന്ന് കടന്നു പോകും. നമുക്കൊരു നിത്യഭവനമുണ്ട്. ഈ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ ഒക്കത്തില്ല. നമ്മൾ സ്വർഗീയ ശരീരം പ്രാപിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ, ദൈവമക്കളെന്ന് അറിയുന്നവർക്ക് പോലും മരണത്തോട് താല്പര്യമില്ല, അല്ലേ? മരണത്തോട് താല്പര്യമില്ല. എന്നാൽ കർത്താവ് അതിനാവശ്യമായിട്ടുള്ള ആലോചനകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. യേശു കർത്താവും വന്ന് മരിക്കണം, എന്നിട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളൊരു പദ്ധതിയുണ്ട്. പക്ഷെ അത് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവ് അത് പതുക്കെ പറയുന്നുണ്ട്. അവര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, കാരണം പിന്നാലെയെങ്കിലും മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നത്തേതിൽ ശിഷ്യന്മാർക്കത് മനസ്സിലായി. പക്ഷെ കർത്താവ് അതിൽ കൂടെ നമുക്ക് തന്നെ, ഞാൻ ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളെന്ന് പറയുന്നവരോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ, കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നിലം പരിചായി നാം നശിച്ചിടാതെ പരമപിതാ വിനുസ്തുതി പാടാൻ. എന്താണ് എന്റെ അർത്ഥം? നമ്മൾ ഒരു കിളിയെ അതിന്റെ കൂട്ടിനകത്ത് കുഞ്ഞിരിക്കുക, പക്ഷേ തള്ളക്കോഴി, തള്ളപ്പക്ഷി വളരെ അധ്വാനിച്ചാണ് ആ കൂടുണ്ടാക്കുക. ഒരിക്കൽ ആ തള്ളപ്പക്ഷി ആ കൂടിളക്കും. അത് കുഞ്ഞിനിഷ്ടമല്ല. കുഞ്ഞു കിടന്ന് അലയ്ക്കും, കുഞ്ഞു പേടി വരും, കുഞ്ഞിനെ അവിടെ നിന്ന് പുറത്തേക്ക് ചാടിക്കും. പേടിയാണ്. പക്ഷെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ തള്ളപ്പക്ഷി ഉടനെ താഴോട്ടിറങ്ങി ചെന്ന് എന്റെ ചിറകുകളിന്മേൽ ആ കുഞ്ഞു പക്ഷിയെ സൂക്ഷിക്കും. അതല്ലേ എന്റെ അർത്ഥം? ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ അങ്ങ് ഈ ഭൂമിയിൽ അങ്ങ് സെറ്റിലാകാം. ജോലിയുണ്ട്, വേലയുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ അങ്ങ് പോയാ മതി. ദീർഘായുസ്, പഴയ നിയമത്തിലൊക്കെ പറഞ്ഞല്ലോ, ദീർഘായുസ് കൊണ്ട് നിനക്ക് നന്മ വരും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ, ദൈവനാമത്തെ ഉയർത്താൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത്. ദൈവനാമം നമ്മളിൽ കൂടെ ഉയരപ്പെടുന്നില്ലെങ്കിൽ, മഹത്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തിനു നമ്മളെ ഈ ഭൂമിയിൽ ജീവിതം? ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ, അതാ എന്താ, എനിക്ക് എന്റെ കർത്താവിനെ കുറിച്ച് പാടാനല്ല എന്റെ നാവെങ്കിൽ എനിക്ക് നാവെന്തിന്? അങ്ങനൊരു പാട്ടുണ്ടല്ലോ, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യത്തിനെല്ലാം നമ്മുടെ നാവ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എന്റെ കർത്താവിനെ കുറിച്ച് പാടാൻ എന്റെ നാവിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെനിക്ക് നാക്ക്? അതാണ് എഴുത്തുകാരൻ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ കർത്താവിനെ ഉയർത്താനുള്ളതാണ്. യേശു കർത്താവും തന്നെത്താൻ ഈ ഭൂമിയിൽ വന്ന് ഇവിടെയുള്ള ജനത്തോട് പറയാനുള്ള നിത്യതയെക്കുറിച്ചുള്ള ദർശനം, നിത്യജീവനെ കുറിച്ചുള്ള ദർശനം, പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന വഴികൾ എല്ലാം കർത്താവ് പറഞ്ഞു കൊടുത്തതിനു ശേഷം ഞാൻ ഉയർത്തപ്പെടും, ഞാൻ ഉയർത്തപ്പെടും, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ശ്രദ്ധിക്കും. അതാണ് യേശു കർത്താവ് പതുക്കെ പ്രസന്റ് ചെയ്യുന്നത്. നാമും ഇവിടെ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു ദിവസം ഇല്ലേ? ഇല്ലേ? അത് നമ്മുടെ മനോമുഖരത്തിൽ ധാരാളം അടിഞ്ഞു കിടപ്പുണ്ട്. അതാണ് നമ്മളുടെ ലക്ഷ്യവും പ്രത്യാശയും. നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മളിത് വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കാനും ബാധ്യസ്ഥരല്ലേ?
നമ്മൾ അത് ഫിലിപ്പി ലേഖനത്തിലല്ലേ നമ്മളത് വായിക്കുന്നത്? നമുക്കറിയാം, എങ്കിലും ഞാൻ വായിക്കുക. ഫിലിപ്പി ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ദൈവമക്കളെ, നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് പറയുന്നത് നല്ലതാണ്. അപ്പൊ നമ്മുടെ മൂടുണ്ടല്ലോ, നമ്മുടെ വേര് ഈ ഭൂമിയിലേക്ക് ഇറങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയണോ, നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലെ ആഡംബരങ്ങളുടെ പുറകിൽ, പാപങ്ങളുടെ പുറകിൽ, പാപ ഇച്ഛകളുടെ സ്വഭാവങ്ങളിൽ കൂടെ നമ്മുടെ മനസ്സും വേരും ചിന്തകളും ഭൂമിയിലേക്ക് ഇറങ്ങത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന നാം എത്ര പേര്? നമുക്കറിയാം ഈ വാക്യം, നമുക്ക് മനപ്പാഠം അറിയാം. പക്ഷെ ഒരു ചോദ്യം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റൂടെ ഒന്ന് ആഡ് ചെയ്യാമോ? എന്ത്? നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ മനോഭാവം ഒന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് ഇൻജക്ട് ചെയ്തു വെക്കാമോ? എന്ത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലല്ല. നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് പറയാമോ? രാജൻ അബ്രഹാം, നിന്റെ പൗരത്വം ഈ ഭൂമിയിലല്ല. രാജൻ അബ്രഹാം, നിന്റെ പൗരത്വം ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ്. നമ്മുടെ ഹൃദയം തന്നെ ഒന്ന് ഉയർത്തപ്പെടും. എവിടേക്ക്? ഉയരങ്ങളിലേക്ക്. എവിടെ? യേശുവിന്റെ സന്നിധിയിലേക്ക്, ആ കൃപാസനത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക്. ഇങ്ങനെ ഒരു ജീവിതചര്യ നമ്മൾ ചെയ്യുന്നു എങ്കിൽ നമ്മളെ കാണുന്നവർ യേശുവിനെ കാണും. ഹല്ലേലൂയ. തന്നെയുമല്ല, നമ്മൾ ഈ ലോകത്തിലെ പാപത്തിന്റെയും ദോഷത്തിന്റെയും ദൈവകൃപയില്ലായ്മയുടെയും പുറകെ നമ്മൾ പോകത്തില്ല. അതാണ് എന്റെ പ്രത്യേകത. ഇന്ന് വിശ്വാസത്യാഗം ധാരാളം നമുക്ക് കാണാൻ കഴിയും. ദൈവഭക്തിയെ അവരുടെ ഉദരപൂർണത്തിന്റെ കാര്യമായി, സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒന്നുകൂടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാൻ വിശ്വാസത്തെയും യേശു കർത്താവിനുള്ള ഉപദേശത്തെയും ഉപദേശം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ അവർ ഉപയോഗിക്കുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഉയർത്തപ്പെടുകയാണ്. വായിച്ച കുറിവാക്യം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 12:32-33. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഉയർത്തപ്പെടുന്ന കർത്താവ് ആകർഷിക്കപ്പെടും. ഇതാണ് എന്റെ ടൈറ്റില്. ഉയർത്തപ്പെടുന്ന കർത്താവ് ആകർഷിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ ഉയർത്താൻ കഴിയണം. ഇതാണ് ഈ വാക്യത്തിൽ നിന്ന് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് തന്നത്. യേശു കർത്താവിന് ഈ ഭൂമിയിൽ ജനങ്ങളെ ഫീഡിങ് ചെയ്ത് സൗഖ്യവുമാക്കി അത്ഭുതങ്ങളും ചെയ്തങ്ങ് ജീവിക്കണമെന്നായിരുന്നു പൊതുജനങ്ങളുടെ താല്പര്യം. പക്ഷെങ്കിൽ യേശു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഇവിടെ നിന്നും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. തനിക്കൊരു മരണമുണ്ട്. ആ മരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് താൻ യേശു കർത്താവ് പതുക്കെ പറഞ്ഞു വെക്കുകയാണ്. യേശുവിനെ ഇന്നും ഉയർത്തുന്ന ഇടത്ത് ധാരാളം ആളുകൾ തന്റെ സ്നേഹത്തെ അറിയും. യേശുവിനെ എവിടെ ഉയർത്തുന്നുവെങ്കിൽ ഇന്ന് നോക്കണം, പലരും അവരവരെയാണ് ഉയർത്തുന്നത്. അവിടെ സംഘടനകളെയാണ് ഉയർത്തുന്നത്. അവിടെ കുടുംബ ശ്രേഷ്ഠതയാണ് ഉയർത്തുന്നത്. വിദ്യാഭ്യാസത്തെയാണ് ഉയർത്തുന്നത്. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മുടെ കർത്താവിനെ ഉയർത്തിയാൽ, യേശുവിനെ ഉയർത്തിയാൽ, യേശുവിന്റെ സ്വഭാവങ്ങളെ ഉയർത്തിയാൽ, യേശുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളെ ഉയർത്തിയാൽ എങ്ങനെ ഉയർത്താൻ കഴിയും? തുടർന്ന് നമുക്ക് കേൾക്കാം. യേശുവിനെ ഉയർത്തുന്നിടത്ത് ധാരാളം ആളുകൾ തന്റെ സ്നേഹത്തെ അറിയും. മനസ്സിലാകുന്നുണ്ടോ?
ഈ സ്നേഹമില്ലാത്ത ഈ ലോകത്തിൽ കുറ്റങ്ങളും ആക്ഷേപിക്കലും നിന്ദകളും പരിഹാസങ്ങളും കൊണ്ട് പലപ്പോഴും നമ്മൾ പൊറുതിമുട്ടുകയല്ലേ? അല്ലേ? പൊറുതിമുട്ടുകയല്ലേ? യുദ്ധവും കുറ്റപ്പെടുത്തലുകളും നിന്ദകളും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രത്തിന്റെ നേതാക്കളും രാജ്യത്തിന്റെ നേതാക്കളുടെയൊക്കെ ഇടപെടലുകൾ കണ്ടുമ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് കുടിപ്പള്ളിക്കുടത്തിൽ LKG-യിലും കിൻഡർ ഗാർഡനിലും ഒക്കെ നമുക്ക് അതൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഗ്രേഡ് ആയിരുന്നല്ലോ പണ്ട്. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ പിച്ചി, എന്നെ നുള്ളി, എന്നെ നോക്കി, എന്നെ ചവിട്ടി, ഇതൊക്കെയായിരുന്നു അന്നത്തെ കുട്ടികളുടെ പരാതികൾ. ഇതിനേക്കാളിലും എന്തുവാ ലോവർ ലെവലിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും അല്ലേ ഈ ലോകത്തിന്റെ നേതാക്കളും രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സുകളൊക്കെ ചെയ്യുന്നത്? ഭയങ്കര സങ്കടം തന്നെയല്ല, അത് പതുക്കെ ഇപ്പോൾ ആത്മീയ നേതൃത്വങ്ങളിലും സഭയുടെ നേതൃത്വങ്ങളിലും അത് പതുക്കെ വന്നു കഴിഞ്ഞു. ചൈൽഡിഷായ കാര്യം ഇനി അതെന്തിനു പറയുന്നു? സഭാതലങ്ങളിൽ പോലും വന്നിട്ടില്ലേ? ചിലരോട് ഇഷ്ടക്കേട്, ചിലരോട് മിണ്ടത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല, സംസാരിക്കത്തില്ല, പക്ഷെ തിരുവത്താഴം എടുക്കും. ചിലരോട് ഇഷ്ടപ്പെടും, ചിലരുടെ അടുത്തിരിക്കത്തില്ല, ചിലർക്ക് വന്ദനം പറയത്തില്ല, ചിലർക്ക് ക്ഷയിക്കാൻ കൊടുക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെയാണോ നമ്മൾ ജീവിതത്തിൽ ഉയർത്തുന്നത്? അതാണ് വചനത്തിന്റെ പ്രസക്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്, യേശുവിനെ ഇന്നും ഉയർത്തുന്നിടത്ത് ധാരാളം ആളുകൾ തന്റെ സ്നേഹത്തെ അറിഞ്ഞ് കർത്താവിനായി ജീവിതത്തെ സമർപ്പിക്കും. 1-ാം നൂറ്റാണ്ടിൽ നോക്ക്, 3000-ഓളം പേർ അവരോടുകൂടെ ചേർന്ന് നിന്നു. ആരോട്? പത്രോസ്. അപ്പോസ്തലനായ പത്രോസ് തന്റെ മറ്റ് ശിഷ്യന്മാരോടൊന്നിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ പരിഹസിക്കുകയാണ്. നിങ്ങൾ വീഞ്ഞു കുടിച്ചതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവർക്ക് മനസ്സിലായില്ല ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്നുള്ളത്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് റെക്കോർഡാണ്. ഇന്നും അന്യഭാഷയെ വിമർശിക്കുന്നവരെ കാണത്തില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് എന്തോ ഒരു ഗമയിലാ ഇരുന്നുകൊണ്ട് പറയുന്നത് അന്യഭാഷ ഇല്ല, അത് നിന്നുപോയി, അത് വെറുതെ വിവരക്കേടുകൾ പറയാണ്. എന്തോ ഒരു നോൺസെൻസ് ആണെന്നല്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകവും കർത്താവിന്റെ ശിഷ്യന്മാരിൽ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ അവരിലേക്ക് സംഭവിക്കുമ്പോൾ അവരാള് മാറുകയാണ്, അവരുടെ സംസാരം മാറുകയാണ്. പത്രോസ് ഇതുവരെ ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം ഒരു മത്സ്യത്തെ പിടിക്കുന്നവനാ, ഒരു മുക്കുവനാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ആള് മാറിയത് കണ്ടോ? പിന്നെ യേശുവിനെ ഉയർത്തിയത് കണ്ടോ? മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ, കണ്ടോ, യേശു എന്ന നാമമല്ലാതെ മറ്റൊരാളില്ല എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശുവിന്റെ നാമത്തെ ഉയർത്തുകയായിരുന്നു. യേശു എന്ത് പറഞ്ഞു? ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇനി ഞാൻ മറിച്ച് അതേ യേശു പറഞ്ഞ അതേ കാര്യത്തിൽ പറയട്ടെ. യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ അടികളേറ്റ് മുറിവുകളേറ്റ് തന്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് തന്റെ പുറം ഉഴവ് ചാലുകൾ പോലെ കീറി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറുള്ള വിരൂപമായി യേശു തീർന്നു. തന്റെ ശരീരത്തിൽ പീഡനങ്ങളെല്ലാം അനുഭവിച്ചു. താൻ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. എന്തിനു വേണ്ടി യേശു പറഞ്ഞു? തന്റെ ക്രൂശീകരണത്തിന് മുമ്പ് പറഞ്ഞു. എന്തു പറഞ്ഞു? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. യേശു എന്തു പറഞ്ഞു? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവിനെ തിന്നുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. യേശുവിൽ വിശ്വസിക്കുന്നവൻ, യേശുവിനെ ആശ്രയിക്കുന്നവൻ യേശുവിനാൽ ജീവിക്കപ്പെടും. ഇന്ന് ആയിരക്കണക്കിന്
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവത്തിന്റെ മക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? യേശു അവരുടെ ജീവിതത്തിൽ ഉയർത്തപ്പെട്ടു നിൽക്കുന്നു. ബോസ്റ്റൺ പ്രയർ ലൈനിലും യേശുവിന്റെ നാമം ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ! അനേക ദൈവദാസന്മാർ ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ അനേക ദൈവദാസിമാര് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തപ്പെടുമ്പോൾ ധാരാളം ആൾക്കാർ അതിൽ ആകൃഷ്ടരായി തീരുകയാണ്. പത്രോസ് തന്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റല്ല, താൻ മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എഴുന്നേറ്റതല്ല, തന്നെ പരിചയപ്പെടുത്താൻ വന്നതല്ല. അവിടെ നടന്ന സംഭവം എന്താണ്? യേശുവിനെ കുറിച്ചാണ് താൻ പറയുന്നത്. അവിടെ 3000-ഓളം പേര്, അതിനുശേഷം 5000-ഓളം ആൾക്കാര്. ഇത് അവിടെ എല്ലാം യേശുവിന്റെ നാമം പരക്കെയായി രക്ഷിക്കപ്പെടുന്നവരെ അവർ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒരു വലിയ മാസീവ് മൂവ്. എന്തുവായിരിക്കും? എന്താണ് കാരണം? യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞു. പിന്നെന്ന ഈ 3000, പിന്നെന്ന ഈ 5000 ഇങ്ങനെ പെരുകുന്നതിന്റെ കാരണം എന്താ? യേശു പറഞ്ഞില്ലേ, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇന്നും സുവിശേഷം അനേകരെ കടന്ന് ആക്രമിക്കുന്നു. എങ്ങനെ? കായിക ബലത്തിലല്ല. ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് സുവിശേഷ രഹിത സുവിശേഷ ആക്രമണത്തിലാണ്. ഇന്ന് ശ്രമിക്കുന്ന പാസ്റ്റർ വി. എ. തോമസ് 60-കളിൽ 70-കളിൽ പ്രസംഗിക്കുമ്പോൾ തന്റെ ഒരു ഭാഷാ പ്രയോഗമാണ്, ഞാൻ വിശ്വസിക്കുന്നത് രക്തരഹിത സുവിശേഷ ആക്രമണത്തിലാണ്. എന്താണത്? സുവിശേഷ ആക്രമണം എന്ന് പറയുമ്പോൾ ദൈവ സ്നേഹമാണ്, യേശുവിന്റെ കരുതലാണ്, യേശുവിന്റെ പാപക്ഷമയാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. യേശുവിനെ ഒരുവൻ അറിയണം. യേശുവിനെ നമുക്ക് എങ്ങനെ ഉയർത്താൻ കഴിയും? ലിറ്ററലി കൈകൊണ്ടെടുത്ത് ഉയർത്തുകയല്ല. യേശുവിനെ ആ വാക്ക് ഇന്നും പ്രബലമായി നിലകൊള്ളുകയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു, യേശു തന്റെ ജീവിതം, തന്റെ ശരീരം ആ കാൽവലി ഉയർത്തപ്പെടാൻ താൻ അനുവദിച്ചു കൊടുത്തതാണ്. ചിലര് പറയാറുണ്ട്, ക്രിസ്തു വിരോധികൾ പറയാറുണ്ട്, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത യേശു നിങ്ങളെ രക്ഷിക്കുമെന്നോ നിരീശ്വരവാദികൾ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വലിയ അഭിമാനത്തിനാണ് അവർ വിളിച്ചു കൂകുന്നത്. എനിക്ക് ലജ്ജ തോന്നുന്നു. അവർ ഈ പരിഹാസവും പുച്ഛമുള്ള മനസ്സും ഉള്ളവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹം അവർക്ക് തിരിച്ചറിയത്തില്ല. ഉദാഹരണമായി ഈ ഫ്ലൂ ബാധിച്ചിരിക്കുന്ന ഒരാൾ അല്ലെ, നല്ലവണ്ണം പനിയാ, നല്ല ടെമ്പറേച്ചർ, അവരെന്താ പറയുന്നത്? ഇവിടെ വല്ലാതെ തണുക്കുന്നല്ലോ, ഈ ഉണ്ടാക്കി തന്ന ഭാര്യ നല്ല ആഹാരം കൊണ്ട് കൊടുത്തു, ഇതിനൊന്നും രുചിയില്ലെന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞാൽ ആർക്കാണ് കുഴപ്പം? നമുക്കറിയത്തില്ലേ. ഈ ആളിന്റെ പേര് ഫ്ലൂ പിടിച്ചിരിക്കുകയാണ്, ഇവർക്ക് ഹൈ ടെമ്പറേച്ചറാണ്. പക്ഷെ പറയുന്നത് എന്താണ്? ഇവിടെ വല്ലാതെ തണുക്കുന്നു. സഹോദര, നിങ്ങൾക്ക് ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു. ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കൂട്ടാനും കറിക്കൊന്നും ടേസ്റ്റ് ഇല്ല. നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ ആഹാരത്തിന്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് ഫ്ലൂ പിടിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്നതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കർത്താവിനോട് വിരോധവും വിദ്വേഷവും പകയും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹം അറിയുവാൻ കഴിയത്തില്ല. യേശു കർത്താവ് പറയുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അതൊരു തത്വമാണെന്നേ, അതൊരു പ്രിൻസിപ്പിളാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നാം പോകുന്ന ചർച്ചിൽ യേശുവിന്റെ നാമം നമ്മളിൽ കൂടെ, നാം പോകുന്ന നമ്മുടെ കുടുംബങ്ങളിൽ കൂടെ, നാം പോകുന്ന സഭയിൽ കൂടെ യേശുവിന്റെ നാമം ഉയർത്തപ്പെട്ടു നിന്നാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ! എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്. താങ്ക് യു ജീസസ്. യേശുവിനെ ഒരുവൻ അറിയണം, അനുഭവിക്കണം,
അറിവിൽ ജീവിക്കണം. യേശുവിനോടുള്ള അറിവിൽ വേണം ഒരു ഭക്തൻ ജീവിക്കാൻ അവരുടെ ജീവിതം കാലം. അടുത്തത്, ആ അറിവ് സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കണം. സമർപ്പിക്കപ്പെട്ട ജീവിതം കർത്താവിനെ ഉയർത്തുകയാണ്. ഞാൻ വേണേ ഒന്നുകൂടെ അത് വായിച്ചു കേൾപ്പി. ഇന്നലെ ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഇതിന്റെ സെൽഫ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ്. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്? ഈ ആപ്ലിക്കേഷൻ പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്കത് വെളിവാക്കി തരാനാകത്തുള്ളൂ. അപ്പൊ ഈ വചനം വായിച്ചപ്പോ ഇന്ന് വരെ ആ വാക്യം ഞാൻ വായിച്ചു പോയിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ദൈവാത്മാവ് കാണിച്ചു തന്നു. പക്ഷെ ഇതെങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? ഇതെങ്ങനെയാണ് നമുക്കത് പ്രയോജനമായി തീരുന്നത്? എങ്ങനെയാണ് ഇത് ജനങ്ങൾക്കത് പ്രയോജനമായി തീരുന്നത് എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് വെളിവാക്കി ചെന്ന ഒരു നിയോഗവും ചിന്തയുമാണ് എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. എങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ അന്തർധാര, അതിന്റെ അർത്ഥം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ യേശു ഉയർത്തപ്പെടുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ യേശു ഉയർത്തപ്പെടുന്നുണ്ടോ? നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മൾ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ, നമ്മുടെ സമൂഹത്തിലെ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ നെയ്ബർഹുഡില്, നമ്മുടെ കുടുംബത്തിന്റെ ഗെറ്റ് ടുഗദറുകളില് ഒക്കെ യേശു നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടുന്നുണ്ടോ? അതോ നമ്മളൊരു ലോക മനുഷ്യരെ പോലെ തന്നെയാണോ? നമ്മൾ മറ്റുള്ളവരെക്കാൾ നമുക്കുള്ള പ്രത്യേകത എന്ത്? മനസ്സിലാകുന്നുണ്ടോ? ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. യേശുവിനെ ഒരുവൻ അറിയണം. യേശുവിനെ ഉയർത്താൻ നമ്മൾ കമ്പും കോലും വെച്ച് ഉണ്ടല്ലോ. ക്രിസ്തുമസിനും ഓശാന ഞായറാഴ്ചകളും അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ യേശുവിന്റെ രൂപം എന്ന് പറയുന്ന കോലം പോക്കി യേശുവിനെ അതല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ യേശു ഉയർത്തപ്പെടണം. ഞാൻ മുൻപ് വായിച്ച ആ വാക്യം, അത് എഴുതി വെച്ച ദൈവം എന്നോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുകളെ വായിക്കാം. നിങ്ങൾ ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? നിങ്ങൾ എഴുതി വെച്ചോളൂ. എങ്ങനെ എനിക്ക് എന്റെ യേശുവിനെ എന്നിൽ ഉയർത്താം? ഇങ്ങനെയാണ് ദൈവാത്മാവ് എനിക്ക് പറഞ്ഞു തന്നത്. യേശുവിനെ ഒരുവൻ അറിയണം. അപ്പൊ അടുത്തൊരു ചോദ്യം, എനിക്ക് യേശുവിനെ അറിയാമല്ലോ. ഞാൻ തിരിച്ച് നിങ്ങളോട് പറയട്ടെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ യേശുവിനെ ഇന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു ശിശുവാണ്. യേശുവിനെ അതിന്റെ ഫുൾ സെൻസിൽ ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. അന്ന് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ കർത്താവിനെ കാണും. കർത്താവിന്റെ തേജസ്സിനെ ഞാൻ ലിറ്ററലി കാണും. ഇന്ന് നമ്മുടെ ആത്മാവിൽ മാത്രമാണ് കാണുന്നത്. പക്ഷേ ആ ആത്മാവിൽ കാണാൻ നമ്മളെ സഹായിക്കുന്നത് ഒരു ഘടകം, നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് നിറയും. കർത്താവിനെ കുറിച്ച് അറിവുകൾ കിട്ടും. അതാണ്, അറിവുകൾ കിട്ടും. അപ്പൊ ഒന്നാമത് പറഞ്ഞതാണ്, യേശുവിനെ ഒരുവൻ അറിയണം. അറിയുവാനായി നമ്മുടെ ലിറ്ററൽ ഇന്റലക്ച്വൽ അറിവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് നല്ലത് തന്നെ. പക്ഷെ അത് നമ്മുടെ ആത്മാവിൽ വിശ്വാസത്തിൽ കൂടെ അത് അംഗീകരിക്കണം. ഒന്നുകൂടെ വായിക്കാം. യേശുവിനെ ഒരുവൻ അറിയണം, എന്നിട്ട് നാം അനുഭവിക്കണം. അതിനുശേഷം ആ അറിവിൽ ജീവിക്കണം. അടുത്തത്, അറിവ് നമ്മളെ സമർപ്പണത്തിലേക്ക് നയിക്കണം. സമർപ്പിക്കപ്പെട്ട ജീവിതം കർത്താവിനെ ഉയർത്തുകയാണ്. മനസ്സിലായല്ലോ? കർത്താവിനായി ജീവിതത്തെ സമർപ്പിക്കാത്തവരുടെ ജീവിതം കർത്താവിനെ ഉയർത്തുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ, ഇന്നത്തെ സഭകളിൽ പ്രശ്നങ്ങൾ പലപ്പോഴും ഉരുത്തിരിയുന്നത്. ഒരുവനോട് ഈൽഡ് ചെയ്യത്തില്ല, ഒന്ന് താണു കൊടുക്കത്തില്ല. നിസ്സാര കാര്യത്തിന് അകത്ത് ആ വിദ്വേഷം സൂക്ഷിക്കും, ആ പിണക്ക് സൂക്ഷിക്കും. അവർക്ക് യേശുവിനെ ഉയർത്താൻ ഒക്കുകയില്ല.
ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ഒരുവന്റെ നേരെ ഇങ്ങനെ മുഖം ചുമപ്പിച്ച് ഉച്ചത്തിൽ സംസാരിക്കും. അവർക്ക് യേശുവിനെ ഉയർത്താൻ ഒക്കത്തില്ല. അവർക്ക് സൺഡേ വരും പറഞ്ഞ അവർക്ക് പ്രസംഗിക്കാമായിരിക്കാം, അവർക്ക് പാടാമായിരിക്കാം, അവർക്ക് ചിരിച്ചു വർത്തമാനം പറയാമായിരിക്കാം. പക്ഷേ ദൈവകൃപയില്ലാത്ത സംസാരം കൊണ്ട്, സ്വഭാവം കൊണ്ട് നാം യേശുവിനെ അപമാനിക്കുകയാണ്. ഇവിടെ യേശു പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ദൈവമക്കളെ, നമുക്ക് കർത്താവിനോട് ചോദിക്കാം, യേശുവേ എന്റെ ജീവിതം കൊണ്ട് യേശുവിനെ ഉയർത്തുന്നുണ്ടോ? കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ചെറിയ അസൈൻമെന്റ് ഉണ്ടല്ലോ. ഏത് അസൈൻമെന്റ്? ഈ ഭൂമിയിലെ സ്പാൻ ഓഫ് ലൈഫ്, ഈ ഭൂമിയിലെ ആയുസ്. നമ്മൾ വിചാരിക്കും പഠിക്കണം, കുടുംബജീവിതം വേണം, കുഞ്ഞുങ്ങള്, അതെല്ലാം ഓക്കെ, അതിനൊന്നും കർത്താവിന് വിരോധമല്ല, അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷെ പ്രൈമർലി ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് ദാറ്റ് ഗോഡ് ഈസ് എക്സ്പെക്ടിംഗ് ഫ്രം each one of us is that to live for God and uplift the name of Jesus through our words and our lifestyle to the community in wherever we are. നമ്മുടെ ജീവിതം കൊണ്ടും, നമ്മുടെ സംസാരം കൊണ്ടും, നമ്മുടെ മനോഭാവം കൊണ്ടും, നമ്മുടെ പെരുമാറ്റം കൊണ്ടും യേശുവിന്റെ സ്വഭാവത്തെ നാം ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. നമ്മുടെ അന്ത്യശ്വാസം വരെയും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് കഴിയത്തില്ല. പക്ഷെ നമ്മളെ അതിന് കഴിയുമാറാക്കുന്ന ഒരുവൻ നമ്മളിലേക്ക് കടന്നു വരും. അതാരാണെന്നറിയാമോ? യേശു കർത്താവ്. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് നമ്മളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കഴിവിലല്ല വിശുദ്ധരായി ജീവിക്കുന്നത്. നമ്മുടെ പ്രത്യേക വലിയ കഴിവും, നമ്മൾ ഇന്ന കുടുംബത്തിൽ ജനിച്ചു, ഇന്ന ഡിഗ്രി ഉണ്ട്, അതെല്ലാം നല്ലത്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ ജീവിക്കാനൊക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. രാജന പറയാം, നീ അങ്ങനെ സംസാരിക്കരുത്, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇന്ന രീതിയിലുള്ള വസ്ത്രം ഉപയോഗിക്കരുത്, ദൈവ മക്കൾക്ക് ചേർന്നത്, ദൈവനാമത്തിന് അപമാനമുള്ളത് നീ ചെയ്യരുത്, പറയരുത്. അത് നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബൈബിൾ പറഞ്ഞില്ലേ, knowing not that you are the temple of God. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയത്തില്ലേ നിങ്ങളുടെ ശരീരം കർത്താവിന്റെ ആലയമാണെന്നറിയത്തില്ലേ? ഈ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും ശിക്ഷിക്കും, നശിപ്പിക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? 1 Corinthians 3:20, 3:16 or 20 ആണെന്ന് എനിക്ക് തോന്നുന്നു. knowing not എന്താ? നാം കർത്താവിനെ ഒരിക്കൽ സ്വന്തം രക്ഷകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ശരീരത്തെ മൊത്തം കർത്താവിനായി നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്. അതാണ് ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അതാണ് പറയുന്ന കൺഫസിംഗ് എന്ന് പറയുന്നത്. വി സോൾഡ് ഔട്ട്. നമ്മുടെ ഭവനത്തെ ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ വീടിനകത്ത് നമ്മൾ പിന്നെ പോയി കയറുമോ? ഇല്ല. അതിന്റെ ഡീഡ്സും ആധാരങ്ങൾ എല്ലാം മാറ്റി വേറൊരാൾക്ക് അത് വിറ്റ് കഴിഞ്ഞു എന്നതുപോലെ പിന്നെ അത് പണ്ട് ഞാൻ താമസിച്ച വീട്, അതിന്റെ അകത്ത് കയറാം, നോ. കയ്യിൽ നമ്മുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെങ്കിൽ പോലും പിന്നെ അത് കയറാൻ പെർമിഷൻ ഇല്ല, അത് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞതുപോലെ പിശാചിനെ കർത്താവ് ഈ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടു. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച നമ്മുടെ ഉള്ളിൽ വിദ്വേഷം, പക, അരിശം, കുറ്റപ്പെടുത്തലുകൾ, നിന്ദകൾ എല്ലാം മാറ്റിത്തരുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനവുമാണ്. പിന്നെ സ്നേഹവും സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലുള്ള ജീവിതമാണ്. ഗലാത്യലേഖനം 5:22 പറയുന്ന പോലെ അതാണ്. അതിൽ നമ്മൾ വളർന്നു വന്നിട്ടില്ലെങ്കിൽ, കർത്താവേ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ യേശുവിന്റെ സ്വഭാവം നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമുക്കറിയാം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. എന്തിനാണെന്ന് നമുക്കറിയാമായിരുന്നു. കാരണം ജനങ്ങൾ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചു വീഴുകയാണ്. ഒരു സൊല്യൂഷനുമില്ല. എന്തുകൊണ്ടാണ് അഗ്നിസർപ്പം ഈ ജനങ്ങളെ കടിച്ചത്? ഇവര് നിത്യതയ്ക്ക് വേണ്ടി അല്ല, കനാൻ നാട്ടിന് വേണ്ടി പോകാൻ ഇറങ്ങിത്തിരിച്ചവരാ. അവർ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കുന്നു. എന്തുകൊണ്ട്?
എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ട്. അവർ അഹരോനെ ദൈവത്തെ കുറ്റം പറഞ്ഞു. അതാന്റെ കാര്യം. ഇന്ന് നമ്മുടെ മലയാളികളുടെ ഇടയിൽ കുറ്റം പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, എല്ലാരും ഒക്കെ ചെയ്യുന്നല്ല. കയ്യിലിരിക്കും വിവരമറി. ഇന്നുടനെ എന്റെ ശിക്ഷാ സംവിധാനം ഉണ്ടാകാത്തത് യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണിക്കുന്നത് കൊണ്ട്. കുറ്റപ്പെടുത്തുന്ന മനോഭാവം, വിദ്വേഷിക്കുന്ന മനോഭാവം ദൈവം ക്രമീകരിച്ചു വെച്ച സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്ന സംവിധാനം. ഹല്ലേലൂയ. ദൈവമാണ് മോശയെ തെരഞ്ഞെടുത്താക്കിയത്. നിങ്ങളുടെ ദൃഷ്ടിയിൽ പേഴ്സണാലിറ്റി ഇല്ലായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം നിങ്ങളുടെ ദൃഷ്ടിയിൽ. പക്ഷെ ദൈവം ഒരാളെ അഭിഷേകം ചെയ്തു വെച്ചാൽ അവർക്ക് നേരെ നിങ്ങൾ ശകാരിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അഗ്നിസർപ്പം അവരുടെ മേലെ വന്നത്. എന്നിട്ടെന്താ? കർത്താവ് ഒരു സൊല്യൂഷൻ വെച്ചു. ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി വെച്ചോളാൻ മോശയോട് പറഞ്ഞു. അതിൽ നോക്കുന്നവൻ ആരായാലും എന്ത് ചെയ്യും? അവർക്ക് സൗഖ്യം കിട്ടും. എവിടെ കിടന്ന് കടിയേറ്റോ അല്പം 5-6 മൈൽ ദൂരെ ആയിരിക്കാം, അല്ലെ 2 മൈൽ ദൂരെ ആയിരിക്കാം, അല്ലെ 1 മൈൽ ദൂരെ ആയിരിക്കാം. കടിയേറ്റ് കിടക്കുകയാണെന്നിരിക്കട്ടെ, ഒരൊറ്റ നോട്ടം അങ്ങോട്ട് എങ്ങോട്ട് നല്ലതായിട്ട് കാണത്തില്ല. പക്ഷെ ഇന്ന ദശയിൽ ഒരിടത്ത് താമര സർപ്പത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടം ആള് രക്ഷപ്പെടുകയാണ്. ഒരുപക്ഷെ 3-4-5 മൈൽ ദൂരെ ആയിരിക്കാം, നല്ലോണം കണ്ണിന് കാണത്തില്ല, കടിയേറ്റ് കിടക്കുക, മരിക്കാൻ കിടക്കുക. ഒറ്റ നോട്ടം ആ താമര സർപ്പത്തെ ആള് രക്ഷപ്പെട്ടു. എന്താണെന്ന് കാണിക്കുന്നത്? തന്റെ വിശ്വാസം. ആ പാപത്തെ കുറിച്ച് തന്റെ ജീവിതത്തിൽ സംഭവിച്ച അതിനോടുള്ള അനുതാപനം അല്ലെ ഏറ്റുപറച്ചിലാണ്. ആ നോട്ടത്തിൽ നിന്ന് കിട്ടി. ഇതുപോലെ തന്നെയാണ് യേശുവിലേക്ക് ഒരൊറ്റ നോട്ടം, ഒരൊറ്റ വാക്ക്, എന്നിലേക്ക് ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, ഒറ്റ വിളി. വട്ടം നിന്നവർ പറഞ്ഞു നിർത്തടാന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് യേശു പുരുഷാരത്തിനിടയില്ല, യേശുവിന്റെ ഹൃദയത്തിൽ അത് ചെന്നേ അല്ലേ? അതാണ് നമ്മളെ കേൾക്കാൻ ഇവിടെ ആളില്ല. പക്ഷെ നമ്മളൊന്ന് വിളിച്ചു നോക്ക്, യേശുവിനോട്, യേശുവേ. കർത്താവ് അത് കേട്ടു. എന്തോ മോനെ എന്നാ വിളിക്കും. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ നീറുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ യേശുവേ, ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ മകൻ, ഞാൻ അങ്ങയുടെ മകൾ, യേശുവേ. അത് ടോട്ടൽ സറണ്ടർ. ഒരു വിടുതലുണ്ട്, സൗഖ്യമുണ്ടെന്നേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. മറ്റേത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാതെ എവിടെയാണെന്നുള്ളത്. മോശ മരുഭൂമി പിച്ചർ സർപ്പത്തെ ഉയർത്തിയ കാര്യം പിന്നാലെ വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 21:9. അതിപ്പോ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം, സമയം തീരുകയാണല്ലോ. ഞാൻ മടങ്ങി വരട്ടെ. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രയെ ഉയർത്തേണ്ടതാണ്. അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇന്നും ആ വചനം ശക്തമാണ്, ശ്രേഷ്ഠമാണ്. മഗ്ദലക്കാരത്തി മറിയ എന്താണ് ചെയ്തത്? തന്റെ ജീവിതം കൊണ്ടും തന്റെ സ്വഭാവം കൊണ്ടും കർത്താവിനെ ഉയർത്തിയില്ലേ? ആരെങ്കിലും പറഞ്ഞോ മഗ്ദലക്കാരത്തി മറിയോട് വെളുപ്പാങ്കാലത്ത് യേശുവിനെ അടക്കിയ സ്ഥലത്ത് പോകാൻ ആരെങ്കിലും പറഞ്ഞോ? അവര് കമ്മിറ്റി കൂടി തീരുമാനിച്ചോ നമുക്കൊന്നിച്ചു പോകാം മറ്റുള്ളവരോട്? ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനിച്ചു, യേശുവിന്റെ ശവശരീരമായാലും വേണ്ടില്ല, അത് മതി. അതിനെ റെസ്പെക്ട് ചെയ്യുവാനും വേണ്ടി വന്നാൽ ആ ശരീരം എവിടെ, എനിക്കൊന്ന് ഞാൻ എടുത്തോണ്ട് പൊക്കൊള്ളാം. അതിനൊരു കാരണമുണ്ടപ്പാ, അതിനൊരു കാരണമുണ്ട്. ആരും തന്നെ കൂടില്ല. വെളുപ്പാങ്കാലമായി, ഇരുട്ടുള്ളപ്പോഴാ. അത് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിലുണ്ട്. തനക്ക് ആ മറിയയിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. 7 ഭൂതങ്ങൾ. മറ്റുള്ളവർ ഈ മറിയെ സ്ട്രീറ്റിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടാകാം, നിന്ദിച്ചിട്ടുണ്ടാകാം, പരിഹസിച്ചിട്ടുണ്ടാകാം, ഭ്രാന്തി എന്ന് വിളിച്ചിട്ടുണ്ടാകാം. ആരും തിരിഞ്ഞു നോക്കിയില്ല. യേശു എന്നൊരുവൻ അതുവഴി കടന്നു പോകുമ്പോ മഗ്ദലക്കാരത്തി മറിയെ കണ്ടു. അവളിൽ നിന്നുള്ള പിശാചുക്കളെ കർത്താവ് ശാസിച്ചു. അവൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു.
അതിനുശേഷം അവരുടെ ജീവിതം കർത്താവിനെ ഉയർത്തുന്ന ഒരു വ്യക്തിയായി മാറി. അതുകൊണ്ടാണ് ഈ വെളുപ്പാങ്കാലത്ത് യേശുവിന്റെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് തൈലവുമായി പോകുന്നത്. ഒന്ന് ഫൈനൽ റെസ്പെക്ട് ആൻഡ് ഐ വാണ്ട് ടു ലവ് ആൻഡ് എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അതിനുവേണ്ടി പോയതാ. പക്ഷെ ആ ദൈവദാസി യേശുവിനെ കണ്ടു, യേശുവിനെ കേട്ടു. എന്നിട്ട് കർത്താവ് പറയാ, നീ എന്റെ സഹോദരന്മാരോട് പോയി പറക, ഞാൻ ഉയർത്തെഴുന്നേറ്റു. ആദ്യ സുവിശേഷം അറിഞ്ഞതും കണ്ടതും കേട്ടതും ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടതും സംസാരിച്ചതും സുവിശേഷം വഹിച്ചതും പറഞ്ഞതും ഒരു സഹോദരി മഗ്ദലക്കാരത്തി മറിയ. നോക്കിക്കേ, അല്പമായിട്ടെങ്കിലും യേശുവിനെ സ്വന്തം ജീവിതം കൊണ്ട് ഉയർത്താൻ താല്പര്യപ്പെട്ട മഗ്ദലക്കാരത്തി മറിയെ ആദ്യത്തെ സുവിശേഷകയായി ദൈവം ഉപയോഗിച്ചില്ലേ? അത് കേട്ടിട്ടാണ് ശിഷ്യന്മാർ പോലും മടങ്ങി വരുന്നത്. വാതിലടച്ചിരിക്കുന്ന ആ മുറിക്കകത്ത് നിന്ന്. നോക്കിക്കേ, സ്തോത്രം. നോക്കിക്കേ, ചെറുതായിട്ടായാലും വലുതായിട്ടായാലും യേശുവിനെ ഉയർത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കും. തന്നെയല്ല, യേശുവിന്റെ നാമം ലോകത്തിൽ മറ്റുള്ളവരെ അറിയും. നമ്മൾ യേശുവിനെ വിളിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ഞാൻ നേരത്തെ വായിച്ച വാക്യം, ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. യേശുവിനെ ഒരുവൻ അറിയണം, അനുഭവിക്കണം, അറിവിൽ ജീവിക്കണം, അറിവ് സമർപ്പണത്തിലേക്ക് നയിക്കണം, സമർപ്പിക്കപ്പെട്ട ജീവിതം കർത്താവിനെ ഉയർത്തി. അങ്ങനെയാണ് ജീവിതത്തിൽ കർത്താവിനെ ഉയർത്തണം. ജീവിതം കൊണ്ട് കർത്താവിനെ ഉയർത്താത്ത ഒരാള് സ്റ്റേജിൽ കയറി യേശുവിനെ ഉയർത്താൻ ഒക്കത്തില്ല. പാട്ടുപാടി യേശുവിനെ ഉയർത്താൻ ഒക്കത്തില്ല. തമ്പേർ ആഞ്ഞടിച്ചിട്ട്, ഗിറ്റാർ ആഞ്ഞടിച്ചിട്ട്, കൈകൊട്ടി ആഞ്ഞടിച്ചിട്ട് കർത്താവിനെ ഉയർത്താൻ ഒക്കത്തില്ല. ജീവിതം എന്റെ സമയം തീർന്നു. ഒരാളെയോടെ ചൂണ്ടിക്കാണിച്ചിട്ട് നിർത്താം. അപ്പോസ്തലപ്രവൃത്തി 9:20 പറഞ്ഞിരിക്കുന്നു, പൗലോസ് യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. എന്തോതിനാ അദ്ദേഹം അങ്ങോട്ട് പോയത്? ഡെമസ്കോസിലോട്ട്. ക്രിസ്ത്യാനികളെയും ദൈവമക്കളെയും നശിപ്പിക്കാനും അറസ്റ്റ് ചെയ്യാനും ഉപദ്രവിക്കാനും കൊല്ലുന്നതിനും വേണ്ടിയുമൊക്കെ അധികാരപത്രം കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാ ലൈനും ക്ലിയർ ആണ്, പോകുകയാണ്. പക്ഷെ യേശുവിന്റെ പ്രത്യക്ഷത തനിക്കുണ്ടായി. യേശു തന്നോട് സംസാരിച്ചു, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് ഓർത്തുകൊള്ളണം. വേറൊരു ദൈവത്തിന് നേരെ ആകാത്ത വർത്തമാന സ്റ്റേറ്റ്മെന്റ്, ടെക്സ്റ്റ് മെസ്സേജുകൾ, വാട്സാപ്പ് മെസ്സേജുകൾ ഷെയർ ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ യേശു പറയുന്നു, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. നോർത്ത് ഇന്ത്യ ഛത്തീസ്ഗഡിലുള്ള ദൈവമക്കളെ ഉപദ്രവിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ ഓർത്തിരിക്കണം, നിങ്ങൾ യേശുവിനെയാണ് ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷത്തെ ആര് പരിഹസിച്ചാലും ഉപദ്രവിച്ചാലും ദൈവദാസന്മാരെ പീഡിപ്പിച്ചാലും യേശു പറയുന്നു, നിങ്ങൾ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. പക്ഷെ അവർ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവരുടെ കാര്യത്തെ കയറി ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് ഉപദ്രവിക്കാൻ പോയ ആള്, ദൈവമക്കളെ പീഡിപ്പിക്കാൻ പോയ ആള്. യേശുവിന്റെ പ്രത്യക്ഷത, യേശുവിലേക്ക് ഈ കടിയേറ്റ വ്യക്തി ഏതാ? അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ വ്യക്തി താമ്രസർപ്പത്തെ നോക്കിയ ആള് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതൽ ആളിന് വ്യത്യാസം സംഭവിച്ചു. ആ ആള് എന്തിനു വേണ്ടി ഡെമസ്കോസിലേക്ക് പോയോ അവിടെ ചെന്ന് യഹൂദന്മാരുടെ പള്ളികളിലും മറ്റും ചെന്നിട്ട് പറയാം, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. എന്നിട്ട് പറയാ, അപ്പോസ്തലപ്രവൃത്തി 9:22, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. നോക്കിക്കേ, കർത്താവിനെ ഉയർത്തും തോറും പൗലോസ് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ഒരു വശത്തൂടെ എതിർപ്പുകളുണ്ട്. തന്നെ ഒരു കൊട്ടയിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാ സംഭവം. പക്ഷെങ്കിൽ താൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയാണ്. തന്റെ ജീവിതം കർത്താവിനെ ഉയർത്തുന്നതായി തീർന്നു. മടങ്ങി വരട്ടെ, എന്റെ സമയം തീർന്നു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ഉയർത്തപ്പെടുന്ന കർത്താവ് ആകർഷിക്കപ്പെടും. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നാം പോകുന്ന സഭ, നമ്മുടെ സഹവിശ്വാസികൾ യേശുവിനെ ഉയർത്തുന്നവരാണ്. അത് സംസാരം കൊണ്ട് മാത്രമല്ല, നമ്മുടെ മനോഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വസ്ത്രധാരണം,
നമ്മുടെ ഇടപെടലുകൾ, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, അവിടെയെല്ലാം യേശുവിനെ നമ്മൾ ഉയർത്തണമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. അതാണ് കർത്താവ് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ. നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ ഉയർത്തണം. ഈ സത്യം അവരറിയണം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ, ഞാൻ പ്രോട്ടോകോൾ ചെയ്യുന്നവർ സാധാരണ ചെയ്യാറുണ്ടെന്ന് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ അതാത് സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ അടച്ചു നിങ്ങളുടെ കരങ്ങളെ അല്പസമയം നേരത്തെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി, നിങ്ങൾ ഏത് സ്ഥലത്തിരിക്കുന്നു ആ സ്ഥലത്തിരുന്നു കർത്താവേ, ഈ കേട്ട വചനത്തിനു മുമ്പാകെ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേട്ട ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണം. യേശു കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ അനേകര് അത് ആകർഷിക്കപ്പെടും. താൻ ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു സ്നേഹവാനായ കർത്താവ്. യേശുവിന്റെ കാലുവരിയിലെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ്. ഞങ്ങൾക്ക് മറ്റുള്ളവരോടൊരു വിദ്വേഷമോ പകയോ കുറ്റം പറച്ചിലോ ചെയ്യാൻ ഞങ്ങളുടെ നാവ് കൊണ്ട് സാധിക്കുകയില്ല. കാരണം യേശു ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ സ്വഭാവം കൊണ്ടും ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ ധ്യാന ജീവിതം കൊണ്ടും യേശുവിനെ ഉയർത്തുവാൻ സഹായിക്കണേ. ഇപ്പോൾ കരങ്ങളെ ഉയർത്തിയിരിക്കുന്നു, ഇപ്പോൾ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മഗ്ദലക്കാരത്തി മറിയ തന്നാലായതും താൻ ചെയ്തതുപോലെ ആ ചെറിയ കാര്യത്തിന് വേണ്ടി താൻ ആരോടും റെക്കമെൻഡേഷൻ ചോദിച്ചില്ല, ആരോടും പെർമിഷൻ ചോദിച്ചില്ല, ആരെ നോക്കി നിന്നില്ല. എന്നെ സ്നേഹിച്ച ഒരുവനുണ്ട്, പിശാചിന്റെ ബാധയിൽ നിന്ന് രക്ഷിച്ച ഒരുവനുണ്ട്. ആളിനെ എനിക്കൊന്നൊരു ഫൈനൽ റെസ്പെക്ട് കൊടുക്കണം. ആ ഒറ്റ സ്നേഹമാണ്, ആ ഒറ്റ താല്പര്യമാണ് അവരെ ആ കല്ലറയിലേക്ക് നയിച്ചത്. പക്ഷേ അതിനെ ദൈവം എത്ര മഹത്വപൂർണമാക്കി തീർത്തു. കർത്താവേ, വാക്കുകളില്ല, ഭാഷണമില്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ നിത്യത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്നതിനുണ്ട് ഞങ്ങൾ അങ്ങേ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ കുടുംബജീവിതം കൊണ്ടും ഞങ്ങൾക്കിട വരുത്തണമേ. ഞങ്ങളെ അതിനായി ഏൽപ്പിക്കുന്നു. ബോസ്റ്റൺ പ്രേരനായി സ്തോത്രം, മറിയാമ തോമസിനായി സ്തോത്രം, ദൈവദാസിയെ അനുഗ്രഹിച്ച മറ്റുള്ള എല്ലാ ദൈവദാസിമാർക്കായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് നിത്യത്തിലേക്കായി സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.